ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രേണു ചിരിച്ചുകൊണ്ട് അവളെയും കൂട്ടി മുറിയിലേക്ക് പോയി. വീരഭദ്രൻ അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന് ക്ഷമയിട്ടു. ഇവിളിത്ത് എവിടെ പോയി? മനുഷ്യൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായി. നടന്നു മടുത്ത് അവൻ കട്ടിൽ വന്ന് കിടന്നു. ദേഷ്യത്തിൽ തലയിനെടുത്ത് വാതിലേക്ക് എറിഞ്ഞു. അകത്തേക്ക് കയറി വന്ന ഗൗരിയുടെ കാലിൻ ചൂട്ടിലാണ് തലയിട വന്ന് വീണത്. അവൾ ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി അകത്തേക്ക് കയറി വാതിലടച്ചു. വാതിലടയുന്ന ശബ്ദം കേട്ടിട്ടും വീരഭദ്രൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ ദേഷ്യത്തിൽ തിരിഞ്ഞു തന്നെ കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അരികിലേക്ക് അവൾ വരാതിരുന്നപ്പോൾ വീരഭദ്രൻ ചെറുതായി തലയുയർത്തി വാതിലിന്റെ സൈഡിലേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. കസവ് സാരിയെടുത്ത് മുടിയൊക്കെ വിടർത്തിയിട്ട് അതിൽ നിറയെ മുല്ലപ്പൂവും ചൂടി കയ്യിലൊരു ഗ്ലാസ് പാലുമായി നിൽക്കുന്ന ഗൗരിയെ കണ്ട് വീരഭദ്രൻ ചാടി എണീറ്റു. അവൾ അതിസുന്ദരിയായിരുന്നു. അവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യം കണ്ട് വീരഭദ്രൻ പോലും അതിശയിച്ച് നിന്നു. ദേവി, അവൻ പ്രണയാർദ്രമായി വിളിക്കുന്ന കേട്ട് ഗൗരി നാണത്തോടെ തിരിഞ്ഞു നിന്നു. അവനടുത്തേക്ക് വരുന്നതറിഞ്ഞ് അവളുടെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. ഗൗരി ഒരു താങ്ങിനെന്ന പോലെ അവിടെ കിടന്ന ടേബിളിൽ ചാരി നിന്നു. വീരഭദ്രൻ അടുത്തേക്ക് വന്ന് ഗൗരിയുടെ ദേഹത്തേക്ക് ചാരി. അവൾ പിടച്ചിലോടെ തിന്നിമാറാൻ നോക്കിയതും അവൻ അവളുടെ തോളിൽ പിടിച്ച് തടഞ്ഞു നിർത്തി. നിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ലല്ലോ ദേവി. നീ നിന്റെ ഡാഡിയെ പോലെയാ. ഇനിയും എന്നെ അകറ്റി നിർത്തല്ല പെണ്ണേ. അവന്റെ ശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ ഗൗരിക്ക് പരിഭ്രമം കൂടി. അവൾ നിന്ന് വിയർത്തു. മഹാദേവ, മമ്മിയുടെ വാക്കും കേട്ട് വലിയ ധൈര്യത്തിൽ പോന്ന. എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ കഴിഞ്ഞെങ്കിൽ പേടികൊണ്ട് വിറച്ചിട്ട് വയ്യ. അവളുടെ പരിഭ്രമം കണ്ട് വീരഭദ്രൻ ചിരി വന്നു. ഇതാരാ എന്റെ സുന്ദരി ഇങ്ങനെ ഒരുക്കി വിട്ടത്? അവൻ കുസൃതിയുടെ മുഖം കുറച്ച് താഴ്ത്തി അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. അത് പിന്നെ മമ്മി നമ്മൾ ഇതുവരെ ഒന്നിച്ചില്ലെന്ന് അറിഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുക്കി പാലും തന്ന് വിട്ടു. ആണോ? മമ്മി കൊള്ളാലോ, എനിക്കിഷ്ടപ്പെട്ടു. ആ ഗ്ലാസ് അല്ലെങ്കിൽ കുറച്ച് പാലെല്ലാം സാരിയിലാവും. അവൻ പറഞ്ഞു കേട്ട് വിറക്കുന്ന കൈകളോടെ ഗൗരി പാൽ ഗ്ലാസ് അവൻ്റെ നേരെ നീട്ടി. വീരഭദ്രൻ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അതിൽ നിന്നൽപ്പം പാൽ കുടിച്ചു. എന്നിട്ട് ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അവളും കുറച്ച് കുടിച്ച ശേഷം അവൻ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. ഗൗരിയുടെ ചുണ്ടിൽ പറ്റിയിരുന്ന പാല് വീരഭദ്രൻ കൈകൊണ്ട് തുടച്ചു മാറ്റി. ഗൗരി പിടച്ചിലോട് അവനിൽ നിന്ന് അകന്നു മാറി തിരിഞ്ഞു നിന്നു. അവൻ ചിരിയോട് അവളുടെ പുറകിൽ നിന്നും വയറിൽ വട്ടം പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി മുല്ലപ്പൂവിന്റെ ഗന്ധം ആസ്വദിച്ചു. ഗൗരി വിറയലോടെ തന്റെ വയറിൽ ചുറ്റിയിരുന്ന അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ദേവി, എനിക്ക് വേണം ഈ നിമിഷം തന്നെ. നിന്റെ പ്രണയവും പിടച്ചിലും പരിഭ്രമവും ഒക്കെ എനിക്ക് എൻ്റേതാക്കണം. നിന്നിലെ ഓരോ അണുവിലും എന്നെ നിറയ്ക്കണം. വികാരത്തിന്റെ വേലിയേറ്റത്തിൽ പതറിപ്പോയ വാക്കുകളോടെ അവൻ അവളുടെ പുറം കഴുത്തിൽ മൃദുവായി ചുംബിച്ചു. ഗൗരി അവന്റെ കൈകൾ മാറ്റി നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. വീരഭദ്രൻ ഒരു ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. അരികിലായി അവനും കിടന്നു. നാണം കൊണ്ട് ചുവന്ന അവളുടെ മുഖത്ത് പ്രണയത്തോടെ അവൻ വിരലോടിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ മൂക്കിലൂടെ ചുണ്ടിലെത്തിയപ്പോൾ ആ ചുണ്ടുകളൊന്ന് തഴുകി. ഗൗരി പിടച്ചിലോടെ അവളുടെ സാരിയിൽ തെരുപ്പിടിച്ചു. കഴുത്തിലൂടെ അവൻ്റെ വിരലുകൾ മാറിലെത്തിയതും ഗൗരി വെപ്രാളത്തിൽ തിരിഞ്ഞു കിടന്നു. വീരഭദ്രൻ ചിരിയോടെ അവളെ ചെറുതായി ബലം പിടിച്ച് നേരെ കിടത്തി. പ്രണയപരവശനായ വീരഭദ്രനെ കണ്ട ഗൗരി നാണത്തോടെ മുഖം കുത്തി. അവനവളുടെ കൈ പിടിച്ചു മാറ്റി കണ്ണുകളിലേക്ക് നോക്കി. ചുവന്നു തുടുത്ത അവളുടെ കവിളുകളും ചുണ്ടുകളും അവൻ്റെ പ്രണയത്തെ തീവ്രമാക്കി. പെട്ടെന്നുള്ള ആവേശത്തിൽ അവൻ ഗൗരിയുടെ മേലെയായി വന്നു അവളുടെ മുഖത്ത് ചുംബനങ്ങളാൽ മൂടി. അവളുടെ ഇടം കഴുത്തിൽ ചെറുതായി കടിച്ചപ്പോൾ ഗൗരിയുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു. ചുണ്ടുകൾ കൊതിയോടെ നുകരുമ്പോൾ രണ്ടുപേരും പ്രണയച്ചൂടിൻ്റെ ആവേശത്തിൽ വിയർത്തിരുന്നു. പതിയെ പതിയെ അവരുടെ പ്രണയം പൂത്തുലഞ്ഞു തുടങ്ങി. വീരഭദ്രന്റെ പ്രണയമഴ അവൻ്റെ ദേവിയിൽ പെയ്തിറങ്ങാൻ തുടങ്ങിയിരുന്നു. ദേവനും ദേവിയും മത്സരിച്ചു പ്രണയിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവരുടെ പ്രണയമഴയിൽ അവരൊന്നായി. പാർവതി അവളുടെ പരമേശ്വരന് സ്വന്തമായി. വിയർത്ത് തളർന്നുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷമായിരുന്നു. തന്നിലെ പാതിയെ സ്വന്തമാക്കിയ സന്തോഷം. ഗൗരിയും അവൻ്റെ പ്രണയച്ചൂടിൽ തളർന്നു പോയിരുന്നു. കണ്ണാ,
കണ്ണാ. രാവിലെ വിപി വാതിൽ മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് വീരഭദ്രൻ കണ്ണു തുറന്നു. അവന്റെ നെഞ്ചിൽ തളർന്നു കിടന്നുറങ്ങുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. മുഖമെല്ലാം ചുവന്ന് തിണർത്തി കിടക്കുന്ന കണ്ട് അവൻ സ്നേഹത്തോടെ അവിടെ കവിളിൽ തലോടി. പതിയെ അവിടെ തല ഉയർത്തി കട്ടിലേക്ക് കിടത്തിയിട്ട് അവൻ എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ പോയി. നീ റെഡിയായോ? രാവിലെ തന്നെ പോവാണോ? മറുപടി പറയാതെ വിപി അവനെ ചൂഴ്ന്നു നോക്കി. നിന്റെ കഴുത്തിന്റെ പുറകിൽ നിന്നുള്ള ചുവന്നെടുക്കുന്നത്. നിന്റെ മുഖത്ത് നല്ല തെളിച്ചുണ്ടല്ലോ. എന്തോ ഉണ്ട് മോനെ. വിപി കളിയാക്കിയപ്പോൾ വീരഭദ്രൻ ഗൗരി ഉണരാതിരിക്കാൻ അവനെയും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. നീയൊക്കെ കാരണം മാറ്റി വെച്ചിരുന്ന ഫസ്റ്റ് നൈറ്റ് ഞാൻ ഇന്നലെ ശരിക്കും അങ്ങ് ആഘോഷിച്ചു. അതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത്. പിന്നെ ആൽബിയെ കാണുന്നതിന് മുമ്പ് തന്നെ എല്ലാ അർത്ഥത്തിലും ഒന്നാണെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും അവൻ്റെ മുമ്പിൽ ഞാൻ പതറാതിരിക്കും. അത് നന്നായി. എന്നാലും ഇന്നലെ കല്യാണം കഴിച്ച ഞാനും ഫസ്റ്റ് നൈറ്റ് നിൻ്റേതും. അതാണ് എൻ്റെ വിഷമം. വിപി ചിണികളോടെ പറയുന്ന കേട്ട് വീരഭദ്ര അവനെ മുഖം കൂർപ്പിച്ച് നോക്കി. എന്നാ ഞങ്ങൾ പോട്ടെ, നീ ആണിമൂടെ കഴിഞ്ഞ് വന്നാൽ മതി. പിന്നെ വിഷ്ണു ഞങ്ങളോടൊപ്പം വരുന്നുണ്ട്. അങ്കിള് പറഞ്ഞു അവനെയും കൂട്ടിക്കൊണ്ടു പോവാൻ. ആണോ? അത് നന്നായി. അങ്ങോട്ട് വണ്ടി എടുക്കാൻ നിനക്ക് കൂട്ടായല്ലോ. ഞാൻ പെട്ടെന്ന് ഫ്രഷായി ഗൗരിയും കൊണ്ടുവരാം. പെട്ടെന്നോ. വിവി പോയപ്പോൾ വീരഭദ്ര അകത്തേക്ക് കയറി. മുറിയിലൊന്നും ഗൗരിയെ കാണാത്തതുകൊണ്ട് ബാത്റൂമിലാണെന്ന് മനസ്സിലായി. അവൻ കട്ടിലിൽ കാത്തിരുന്നു. ഗൗരി കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ കട്ടിലിരിക്കുന്ന വീരഭദ്രനെ കണ്ട് മുഖം കുനിച്ചു. തലേ ദിവസത്തെ കാര്യമോർത്ത് നാണം കാരണം അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി. മുടിയിൽ കെട്ടിയിരുന്ന ടവൽ അഴിച്ചെടുത്ത് വിരിച്ചിട്ടു. ഒരു ബ്ലാക്ക് കളർ കൂർത്തയും വൈറ്റ് ബോട്ടവുമായിരുന്നു വേഷം. നീണ്ടു കിടക്കുന്ന മുടിയിൽ നിന്ന് വെള്ളമിറ്റ് വീണുകൊണ്ടിരുന്നു. നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടുകുത്തി. സീമന്തരേഖയിൽ കുങ്കുമം ഇടാൻ കൈ ഉയർത്തിയതും കണ്ണാടിയിലൂടെ തന്നെയും നോക്കിയിരിക്കുന്ന അവളുടെ പാതയെ കണ്ട് ഗൗരിയുടെ മുഖം ചുവന്നു. അവൻ്റെ കണ്ണിൽ അവളോടുള്ള അടങ്ങാത്ത പ്രണയമായിരുന്നു. അവൾ കുങ്കുമത്തിലേക്കോ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വീരഭദ്രനാവ് മനസ്സിലായതുപോലെ എഴുന്നേറ്റ് അവളുടെ പുറകിലായി വന്നു നിന്നു. അവളുടെ കയ്യിൽ നിന്ന് കുങ്കുമം വാങ്ങി അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തപ്പോൾ ഗൗരി ഒരു പിടച്ചിലോടെ കണ്ണുകൾ മാറ്റി തലകുനിച്ചു. എല്ലാവരും പോകാൻ റെഡിയാവുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോ. നീ ഇങ്ങനെ നിന്ന് എൻ്റെ കൺട്രോളിലെ താഴേക്ക് പോയിക്കോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന കുസൃതി മനസ്സിലായതും ഗൗരി താഴേക്ക് ഓടി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ റെഡിയായി. ഗൗരിയെ വീട്ടിൽ നിർത്തിയിട്ട് വീരഭദ്രന് അവർക്കൊപ്പം ആൽബിയെ കാണാൻ ഇറങ്ങി. വിബിയുടെ കാർ അകന്നു പോകുന്ന അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് പ്രവീൺ നോക്കിയിരുന്നു. അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ വേദനയോടെ സുമിത്ര തുടച്ചു മാറ്റി. വൈദുവിനെ എനിക്ക് നഷ്ടമായി മമ്മി. എന്നെ വിട്ട് അവൾ അകന്നുപോയി. അവളോട് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അവളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. പ്രിവിയേട്ടാന്ന് വിളിച്ച് എൻ്റെ പുറകെ നടന്ന് എന്നോട് കുറുമ്പ് കാണിച്ചു കൊടുക്കുന്ന എൻ്റെ വൈദുവിനെ ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല മമ്മി. സാരല്ല മോനെ, അവൾക്ക് ഭാഗ്യമില്ല എൻ്റെ മോൻ്റെ സ്നേഹം അനുഭവിക്കാൻ. മോനെല്ലാം മറന്നുകളെ. സുമിത്ര അവനെ ആശ്വസിപ്പിച്ചു. മറക്കാറോ? ഇല്ല മമ്മി. അവൾ തിരികെ വരും. നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചിട്ടുമ്പോൾ അവൾ എന്നോട് ക്ഷമിക്കും. അന്ന് പ്രിവിയേട്ടാന്ന് വിളിച്ച് അവൾ ഓടി വരും മമ്മി, എൻ്റെ വൈദു. അവളുടെ ഓർമ്മയിൽ അവൻ വിതുമ്പിക്കറഞ്ഞു. മകൻ്റെ അവസ്ഥയിൽ സുമിത്ര നിസ്സഹായായി നിന്നു. വീരഭദ്രം പോയതുകൊണ്ട് ഗൗരി സ്വന്തം വീട്ടിലേക്ക് വന്നു. ഹാളിലിരുന്ന പ്രവീണിനെയും സുമിത്രയെയും കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ അവൾ ഡാഡിയുടെ അടുത്തേക്ക് പോയി. ഡാഡിയുടെ കാര്യങ്ങൾ നോക്കി ഗൗരി സമയം പോയത് അറിഞ്ഞില്ല. മനസ്സ് മുഴുവൻ വീരഭദ്രൻ ആൽബിയെ കാണാൻ പോയതിൻ്റെ കാരണമറിയാതെ വിങ്ങിയിരുന്നു. സുമിത്ര ജോലിക്കാരിയെ കൊണ്ട് ഗൗരിക്കുള്ള ഭക്ഷണം മുറിയിൽ കൊടുപ്പിച്ചു. അവൾ വന്നപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ജോലിക്കാരിയെ വിട്ട് അവരുണ്ടാക്കിയിരുന്നു. ഗൗരി മടിയൊന്നും കൂടാതെ ഭക്ഷണം കഴിച്ചു. ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ വീരഭദ്രന്റെ കാർ തിരികെ വരുന്ന കണ്ട് അവൾ സന്തോഷത്തോടെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടി. ഗൗരി റൂമിലേക്ക് ചെല്ലുമ്പോൾ വീരഭദ്രൻ ബാൽക്കണിയിൽ ചാരി കസേരയിൽ നിന്നെന്തോ ആലോചിക്കുകയായിരുന്നു. ഗൗരി സംശയത്തോടെ അവൻ്റെ അരികിലേക്ക് ചെന്ന് തോളിൽ കയ്യമർത്തി. ഗൗരിയെ കണ്ടതും പെട്ടെന്ന് അവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. എന്താ കണ്ണേട്ടാ, കണ്ണു ചുവന്നിരിക്കുന്നുണ്ടല്ലോ. ആൽബിയായിട്ട് വഴക്കുണ്ടാക്കിയോ? വീരഭദ്രൻ അവളെ വലിച്ച് മടിയിലേക്ക് ഇരുത്തി അവളുടെ മുഖം കൈക്കൊമ്പിൽ എടുത്തു. ആൽബിനി നമുക്കിടയിലേക്ക് വരില്ലെന്ന് പറഞ്ഞു. എൻ്റെ പ്രണയം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞതാണെന്നറിയോ? ഈ പാർവതിക്ക് ഈ പരമേശ്വരനെ ചേരുകയുള്ളൂ എന്ന്. സന്തോഷമായ എൻ്റെ ദേവിക്ക്. അത് കേട്ടപ്പോൾ ഗൗരിയുടെ മുഖം വിളന്നു. പക്ഷേ വീരഭദ്രൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ദേവി, എൻ്റെ മനസ്സിൽ എന്തോ ഒരു പിരിമുറുക്കം പോലെ. എനിക്കിപ്പോൾ തന്നെ നിന്നെ അറിയണം. നീയുമായുള്ള നിമിഷങ്ങളിൽ വേട്ടയാടുന്ന പല ഓർമ്മകളും എന്നെ വിട്ടുപോകും. പ്ലീസ്. ഗൗരി സമ്മതത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. വീരഭദ്രൻ സന്തോഷത്തോടെ അവളെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി. വീരഭദ്രൻ അവൻ്റെ ദേവിയും അവരുടെ മാത്രം ലോകത്തായിരുന്നു. വർഷങ്ങളായി തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ പൂട്ടിവെച്ചിരുന്ന പ്രണയം മുഴുവനും അവൻ ഗൗരിയിലേക്ക് ഒഴുക്കി വിട്ടു. ഗൗരിയും അവൻ തീർത്ത പ്രണയം എന്ന മായാലോകത്ത് പറന്നു നടന്നു. ഒരു നിമിഷം പോലും പിരിയാൻ പറ്റാതെ അവർ പ്രണയിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ വീരഭദ്രനും ഗൗരിയും ഡാഡിയുടെ അടുത്തേക്ക് പോയി. ദേവി,
ഡാഡിക്ക് ഒരുപാട് ക്ഷീണമുണ്ടല്ലോ. ഡോക്ടർ അത് നോക്കുന്നില്ലേ ആവോ? നമുക്ക് ഡാഡിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചാലോ? ഗൗരി ഒരു നിമിഷം ഡാഡിയുടെ മുഖത്തേക്ക് നോക്കി. മമ്മി തന്നെ മാറ്റി നിർത്തുമ്പോൾ ചേർത്ത് പിടിച്ചിരുന്ന ഡാഡിയുടെ ആ കൈകൾ അനക്കമില്ലാതെ നിശ്ചലമായി കിടക്കുന്ന കണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു. വേണ്ട കണ്ണേട്ടാ, മമ്മി കാണിക്കുന്നുണ്ടാവും. മമ്മിക്ക് ജീവനാ ഡാഡിയെ. നീ നിന്റെ ഡാഡിയെ പോലെ ദേവി. ഈ അവസ്ഥയിലും കണ്ടില്ലേ എന്തൊരു പ്രസരിപ്പാ മുഖത്ത്. വീരഭദ്രന് ബാലകൃഷ്ണന്റെ മുഖത്തെ തേജസ് കണ്ട് അതിശയം തോന്നി. ഡാഡി പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ പുറകെ ആരാധികമാർ നടന്ന കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കോളേജിലെ ഹീറോ ആയിരുന്ന ആള്. ഗൗരി വീരഭദ്രന്റെ അടുത്തായി വന്നിരുന്ന് അവന്റെ തോളിലേക്ക് തലയായിച്ചു. എൻ്റെ ഡാഡി എന്തെങ്കിലും പഴയതുപോലെ ആവുക കണ്ണേട്ടാ? അവളുടെ വാക്കുകളിൽ സങ്കടത്തേക്കാളേറെ നിരാശയായിരുന്നു. ആവും ദേവി, ഉറപ്പായിട്ടും ഡാഡി പഴയതുപോലെയാവും. വീരഭദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. ദേവി, പ്രവീണിന് വൈദ്യുവിനെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ സത്യമാണോ? ഗൗരിയുടെ മുഖം പെട്ടെന്ന് ഇരുണ്ട കണ്ട് വീരഭദ്രൻ അവളുടെ മുഖത്തെ ചോദ്യഭാവത്തിൽ നോക്കി. ഗൗരി തൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പോയി. പ്രിവേട്ടൻ എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം ഏട്ടനാണെന്ന് പറഞ്ഞ് ഞാൻ തല്ലുപിടിക്കുമ്പോൾ വാത്സല്യത്തോടെ ഏട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ഞാനും വിച്ചും കൂട്ടുകൂടി നടക്കുമ്പോൾ വൈദ്യു പ്രവീണിൻ്റെ പുറകെയായിരുന്നു. വൈദ്യു കാണിക്കുന്ന കുറുമ്പൊക്കെ പ്രവീണിന് വലിയ ഇഷ്ടമായിരുന്നു. ഞാനൊരു 9ാം ക്ലാസ്സിലായപ്പോഴാണ് ഏട്ടൻ എന്നോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ട് തുടങ്ങിയത്. പക്ഷേ അമ്മയുടെ അധിക വാത്സല്യവും ചീത്ത കൂട്ടിയിട്ടും ഏട്ടനെ വഴിതിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ പലതവണ ഏട്ടൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമൊക്കെ എനിക്കതൊരു ഷോക്കായിരുന്നു. ഡാഡി അറിഞ്ഞ വിഷമിക്കുന്നവർക്ക് വിശുവിനോട് മാത്രമേ എല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ അവനും ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. എല്ലാവർക്കും അത്രയേറെ ഇഷ്ടമായിരുന്നു പ്രവീണിനെ. ഒരു ദിവസം എൻ്റെ മുറിയിൽ വെച്ച് അയാളിനെ കടന്നു പിടിക്കുന്നു. ഞാൻ കുതിരി മാറുന്നു വിഷ്ണു ബാൽക്കണിയിൽ നിന്ന് കണ്ടു. അന്ന് അവനും എന്നെ വിശ്വസിച്ച്. പിന്നെ എൻ്റെ സംരക്ഷണം അവനെ ഏറ്റെടുത്തു. വിശുവിൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ താമസം. ഏട്ടൻ്റെ സ്വഭാവം ഓരോ ദിവസം കഴിയുന്നവർ മോശമായിക്കൊണ്ടിരുന്നു. പക്ഷെ വൈദ്യുവിനെ നോട്ടം കൊണ്ട് ഏട്ടൻ ഉപദ്രവിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള പ്രണയം വളരെ ആഴത്തിൽ തന്നെ മുന്നോട്ട് വന്നു. ഞാൻ വിച്ചു നിസ്സാരമായി നോക്കിയെന്നു. വീട്ടുകാരുടെ സമ്മതം അവർക്കുണ്ടായിരുന്നല്ലോ. ഏട്ടനെക്കുറിച്ച് ആര് പറഞ്ഞാലും വൈദ്യു വിശ്വസിക്കില്ല. അത്രമേൽ അവൾക്ക് ഏട്ടനോട് പ്രണയം വിശ്വാസമായിരുന്നു. പിന്നെ മറ്റുള്ള പെണ്ണുകളെ കാമത്തോടെ മാത്രം നോക്കിയിരുന്ന പ്രിവിയേട്ടൻ വൈദ്യുവിനെ പ്രണയത്തോടെയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് വൈദ്യുവിൻ്റെ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് എനിക്കും വിശുവിനും തോന്നി. അന്ന് ആ നശിച്ച ദിവസം പ്രിവിയേട്ടൻ കള്ളുടിച്ച് ബോധമില്ലാതെയാണ് വന്ന്. മമ്മിയില്ലാത്തതുകൊണ്ട് വിശുവിൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങി എന്നെ അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് കണ്ടുകൊണ്ടാണ് ഡാഡി കയറി വന്നു. ഡാഡിക്ക് അതൊരു ഷോക്കായിരുന്നു. ഡാഡി അയാളെ ദേഷ്യം തീരുന്നവരെ അടിച്ചു. പക്ഷേ ബോധമില്ലായിരുന്ന അയാൾ ഡാഡിയെ പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഡാഡിയെയും കൊണ്ട് ഞാനും വിശുവിൻ്റെ മമ്മിയും ഡാഡിയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്താണ് കസിൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയ വൈദ്യു മടങ്ങിയെത്തിയത്. അവൾ പ്രവീണിനെ കാണാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഡാഡിയുടെ പ്രശ്നവും മമ്മി അതറിഞ്ഞാലുള്ള കാര്യോർത്ത് ഭ്രാന്തി പിടിച്ചിരുന്ന പ്രവീണ് വൈദ്യുവിനെ കണ്ട് സമനിലെറ്റി ഭ്രാന്തനായി. അവൻ വൈദ്യുവിനെ പിച്ച് ചീന്തി. ഗൗരി പൊട്ടിക്കരച്ചിലോടെ വീരഭദ്രൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. വീരഭദ്രൻ ഇതെല്ലാം കേട്ട് അമ്പരന്നിരിക്കുകയാണ്. വൈദ്യുവിൻ്റെ കാര്യത്തിൽ അവൻ ആശങ്ക വർദ്ധിച്ചിരുന്നു. വാവേ, സുമിത്രയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന സുമിത്രയെ കണ്ട് ഗൗരി അമ്പരന്നുകൊണ്ട് എഴുന്നേറ്റു. നിങ്ങൾ രണ്ടുപേരും പോകുന്നവരെ ഇവിടെ നിന്നാൽ മതി. മുകളിൽ വാവയുടെ റൂം റെഡിയാക്കിയിട്ടുണ്ട്. വീരഭദ്രനും ഗൗരിയും വിശ്വസിക്കാൻ കഴിയാതെ പരസ്പരം നോക്കി. സുമിത്രയ്ക്ക് വീരഭദ്രൻ്റെ മുഖത്ത് നോക്കാൻ ചാളിയത് തോന്നി. ഡോക്ടർ പറഞ്ഞിരുന്നു ബാലേട്ടിന് വാവയുടെ സാമീപ്യം കൊണ്ട് ചിലപ്പോൾ മാറ്റമുണ്ടാവുമെന്ന്. സുമിത്ര പറഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി. അത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും മുഖം വിടർന്നു. ഗൗരി സന്തോഷത്തോടെ ഡാഡിയെ തിരിഞ്ഞു നോക്കി. സുമിത്ര ഗൗരിയുടെ കുറച്ച് അടുത്തായി വന്ന് നിന്നു. മമ്മിയുടെ മോൾക്ക് ദേഷ്യമാണെന്നറിയാം. സ്നേഹിക്കേണ്ട സമയത്ത് എന്നെ ഞാൻ മാറ്റി നിർത്തി. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡാഡി നിന്നെ മാറ്റി നിർത്തില്ലെന്ന്. അമ്മയില്ലാത്ത മകന് 2ാമയായപ്പോൾ ആ മകന് വേണ്ടി നിന്നെ എനിക്ക് അവഗണിക്കേണ്ടി വന്നു. ഇപ്പം മമ്മിക്ക് വിഷമമുണ്ട്, വേദനയുണ്ട്. മോളെ ഈ മമ്മിയോട് ക്ഷമിക്കണം. സുമിത്ര കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. ഗൗരി ചലിക്കാൻ പോലും കഴിയാതെ തരിച്ചു നിന്നു. കണ്ണുകളിൽ കൂടി മിഴിനീര് ഒഴുകിയിറങ്ങി. വീരഭദ്രൻ അവളുടെ തോളിൽ പതിയെ തട്ടി അവളെ ആശ്വസിപ്പിച്ചു. ഡാഡിക്ക് വേണ്ടി അവിടെ താമസിക്കാമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. മഹേന്ദ്രൻ അപ്പുറത്തേക്ക് നിർബന്ധിച്ച് വിളിച്ചെങ്കിലും ഡാഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചു. വീരഭദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സുമിത്ര പ്രവീണിന് ഭക്ഷണം വാരി കൊടുക്കുന്നതാണ് കണ്ടത്. ഒരേ സമയം സുമിത്രയോട് അവന് ദേഷ്യവും അഭിമാനവും തോന്നി. പ്രസവിച്ച സ്വന്തം മക്കളെ പോലും കൊന്നുകളയുന്ന ഈ കാലഘട്ടത്തിൽ 2ാനമ്മയായിട്ട് പോലും പ്രവീൺ അവർ സ്വന്തം മകനെ പോലും സ്നേഹിക്കുന്നു. എന്നാൽ നൊന്ത് പ്രസവിച്ച മകളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പ്രവീണിനെ കണ്ടപ്പോൾ അവന് വൈദ്യുവിനെയാണ് ഓർമ്മ വന്നത്. പെട്ടെന്നുള്ള പ്രവീണിന്റെ മാറ്റത്തിലുണ്ടായ ഷോക്കാണ് വൈദ്യുവിന്റെ പ്രശ്നം. ഓർമ്മ തിരിച്ചിട്ടുമ്പോൾ ഒരു പക്ഷെ വൈദ്യു പ്രവീണിന്റെ അടുത്തേക്ക് മടങ്ങി വരും. എന്നാൽ വിപി അവന് അസ്വസ്ഥത തോന്നിയപ്പോൾ അവൻ പ്രവീണിനെ നോക്കിയിട്ട് തിരികെ മുകളിലേക്ക് തന്നെ കയറിപ്പോയി. വീരഭദ്രനോടുള്ള ദേഷ്യം മാറില്ലെന്ന് തോന്നുന്നു, അല്ലേ മമ്മി? വീരഭദ്രൻ അവരെ കണ്ട് തിരിച്ചു കയറിപ്പോകുന്നുണ്ട്. പ്രവീൺ നിരാശയോടെ പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ മുഖത്തേക്ക് നോക്കി. ശരിയാകും മോനെ, നമ്മൾ തീരുമാനിച്ച പോലെ വാവയുടെ സ്വത്ത് അവളെ തിരികെ ഏൽപ്പിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്കൊന്നും കൊടുത്തില്ലല്ലോ. പിന്നെ വീരഭദ്രൻ ഏതോ കോളേജിലെ മാഷ. നമുക്ക് ആ കോളേജ് തന്നെ വിലക്കെടുത്ത് വീരഭദ്രനെ ഏൽപ്പിക്കണം, സ്ത്രീധനായിട്ട്.
പ്രവീണും സുമിത്ര പറഞ്ഞ് ശരിവെച്ചുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. രാത്രി ഗൗരി മുറിയിലേക്ക് വന്നപ്പോൾ വീരഭദ്രൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ബാത്റൂമിലേക്ക് കയറി ദേഹം കഴുകി പുറത്തിറങ്ങിയപ്പോഴും അവൻ ഫോണിൽ തന്നെയായിരുന്നു. ഗൗരി കുറച്ചുനേരം അവനെയും കാത്ത് കട്ടിലിരുന്നു. കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ അവൾ പുതപ്പ് തലവഴി മൂടി കട്ടിലേക്ക് കിടന്നു. എന്റെ ദേവി ഉറങ്ങിയോ? ഈ ദേവനില്ലാതെ. അവനവളുടെ അടുത്തായി കിടന്നുകൊണ്ട് അവൾ പുതച്ചിരുന്ന പുതപ്പ് വലിച്ചു മാറ്റിയിട്ടു. നീ കണ്ണേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അവൾ പരിഭവത്തോടെ മുഖം കൂർപ്പിച്ച് പറയുന്നേട്ട് അവന് ചിരി വന്നു. പിണങ്ങാതെ പെണ്ണെ, ബിബിയെ വിളിച്ചതാ, പിന്നെ അമ്മയെ വിളിച്ചു, പിന്നെ മനുവേട്ടനെയും വിളിച്ചു. മനുവേട്ടൻ മറ്റന്നാൾ വരും, നമ്മളങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഗൗരി വലിയ ഉത്സാഹത്തോടെ അവനെ നേർക്ക് തിരിഞ്ഞു. നമുക്ക് പോകാൻ കണ്ണേട്ടാ, എനിക്ക് അച്ഛൻ ചേച്ചിയും മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമായി. അവരുടെ കുട്ടികളെയും കാണാമല്ലോ. നോക്കട്ടെ, ഇവിടുന്ന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ പോവാം. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ വീട്ടിലേക്കും പോകാമല്ലോ. ഗൗരി സന്തോഷത്തോടെ അവൻ്റെ കവളിലൊരു ഉമ്മ കൊടുത്തു. അവൻ്റെ നോട്ടം കണ്ടപ്പോഴാണ് ഗൗരിക്ക് അവൾ ചെയ്ത അബദ്ധം മനസ്സിലായത്. അത് പിന്നെ? ഏത് പിന്നെ? എനിക്ക് ഉറങ്ങണം. അവൾ വെപ്രാളത്തോടെ തിരിഞ്ഞു കിടന്നു. വീരഭദ്ര മുഖത്ത് വിരിഞ്ഞ കുസൃതിയോടെ അവളെ പിടിച്ച് തിരിച്ചു കിടത്തി. ശരിയാ, ഇന്ന് രാത്രി നിന്നെ വെറുതെ വിടാന്ന് ഞാൻ സമ്മതിച്ചതാ. അതും ഇന്നലെ നിന്നെ ഉറക്കാത്തതുകൊണ്ട് മാത്രം. പക്ഷേ വെറുതെ ഇരുന്ന് എന്നെ ഉമ്മ എന്ന് പ്രലോഭിപ്പിച്ച നീയാണ്. അപ്പോൾ അതിൻ്റെ ശിക്ഷ തരാമെന്ന് എനിക്ക് ഉറക്കം വരില്ല. വേണ്ട. അവൻ്റെ മുഖം അടുത്ത് വരുന്നുണ്ട്. അവളൊരു പിടച്ചിലോടെ മുഖം പൊത്തി. അവൻ കുസൃതിയോടെ അവളുടെ കൈ പിടിച്ചു മാറ്റി. ഉറങ്ങ പറയുന്നതിന് മുമ്പ് അവൻ അവളുടെ അധരങ്ങളെ തൻ്റെ അധരങ്ങൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ശ്വാസത്തിന്റെ താളം ഉയർന്നു വന്നു. അവൻ പകർന്ന മധുരത്തിൽ അവൾ അലിഞ്ഞു പോയിരുന്നു. അവന്റെ പ്രണയച്ചൂട് പതിയെ അവളിലേക്കും പകർന്നു തുടങ്ങിയിരുന്നു. ഒരിക്കലും മതിയാവാത്ത പോലെ ദേവൻ അവന്റെ ദേവിയിൽ അലിഞ്ഞ് ചേർന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.